പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളടങ്ങിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി നമ്മുടെ വീട്ടിലാണ് ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ രാവിലെ നിമോ ചേട്ടനും അച്ഛനും കൂടി നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു പേരമരം ഉള്ളതിൽ ലൈറ്റൊക്കെ ഇട്ട്, പിന്നെ അവർ ഒരു 7 മണിയായപ്പോൾ വൈകിട്ട് വന്നിട്ട് ഷീറ്റും എല്ലാം ഇട്ട്, അങ്ങനെ പിള്ളേർ എല്ലാവരും കൂടി ഒച്ചയും ബഹളവും പാട്ടും എല്ലാം കൂടി ആയിട്ട് ഡാൻസും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അമ്പുക്കുട്ടനും ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അമ്പുക്കുട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ആഘോഷിക്കുന്നത്. അപ്പോൾ അമ്പുക്കുട്ടന് സത്യം പറഞ്ഞാൽ ഇതെന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ പിള്ളേർ എല്ലാവരും കൂടി, പിള്ളേർ മാത്രമല്ല കേട്ടോ, അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി നേരത്തെ വന്ന് അവർ പടക്കം കത്തിക്കലും കമ്പിത്തിരി കത്തിക്കലും പാട്ട് വയ്ക്കലും ഡാൻസും എല്ലാമായിട്ട് അങ്ങനെ കൂടി ഒരു ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും ശരിക്കും ന്യൂ ഇയർ ഞങ്ങൾ അടിച്ച് പൊളിച്ചു ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ തന്നെ. പിന്നെ ഇവർ തന്നെ ഫുഡ് ഒക്കെ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയും ഒക്കെ ഓർഡർ ചെയ്ത്, പിന്നെ കേക്കും വൈനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രിൽ ചിക്കൻ അതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിമോ ചേട്ടൻ ഫുഡെല്ലാം അകത്തോട്ടെടുത്ത് വെച്ചു. അങ്ങനെ പിള്ളേർക്ക് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ അവിടെ എല്ലാവരും കൂടി ഒച്ചയും ബഹളവും എല്ലാമായിട്ട് പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 10:30 കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്യാനായിട്ട് നിമോചേട്ടനും പിന്നെ എല്ലാവരുടെ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് പിള്ളേരെ സഹായിക്കുവാണ്. അങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തൊക്കെ പിള്ളേർക്ക് ശരിക്കും എൻജോയ് ചെയ്തെന്ന് വേണം പറയാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ റോഡിലൊക്കെ ഇറങ്ങി എല്ലാവരും കുറച്ച് നേരം അവിടെ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പടക്കം പൊട്ടിക്കലും ബഹളമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എനിക്ക് ഒറിജിനൽ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ പാട്ട് വെച്ചേക്കണ കാരണം. അതാണ് ഞാൻ ഫുള്ളായിട്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഒറിജിനൽ സൗണ്ട് കൊടുക്കാത്തത് കേട്ടോ. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും തുള്ളലും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോരുത്തരുടെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് അമ്പുക്കുട്ടൻ ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ അങ്ങനെ അച്ഛന്മാർ അവർ തുള്ളലും പാട്ടൊക്കെ ആയിട്ട് പോയപ്പോൾ അച്ഛന്മാരാണ് പിന്നെ അത് ഏറ്റെടുത്ത് അവർക്കത് റെഡിയാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത്. അവർ എല്ലാവരും ശരിക്കും വിഷമിച്ചു. പിന്നെ ഒരു 11:30 ആയപ്പോൾ റോഡിലോട്ട് ഇറങ്ങി എല്ലാവരും തുള്ളലും പാട്ടും ഡാൻസും ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവരുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിള്ളേരാണ് ഇത്രയും ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ശരിക്കും എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ അമ്പുക്കുട്ടനാണ് ശരിക്കും സത്യം പറഞ്ഞാൽ അവൻ എന്താന്ന് പോലും അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അന്നേരം അവരുടെ പാട്ടും ബഹളത്തിൻ്റെ ഇടയ്ക്ക് അവനും തുള്ളലും ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുട്ടികൾ എല്ലാവരും അടിച്ച് പൊളിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ഞങ്ങൾ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു. ഇത്രയും നാളത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ന്യൂ ഇയർ ഞങ്ങളിങ്ങനെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. നമ്മളെല്ലാവരും ഒരു മെസ്സേജൊക്കെ അയച്ച് പിന്നെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടന്ന് അങ്ങനെ ആ ഒരു ഉറക്കമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ അടിച്ചൊക്കെ പൊളിച്ചു. പിന്നെ നമ്മുടെ റോഡിൻ്റെ അവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതുവാണ്. അപ്പോൾ 12 മണി ആകണ ആ ഒരു ടൈമിൽ എല്ലാവരും ഇതൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കും കേട്ടോ. കറക്റ്റ് 12 മണിയാകുമ്പോൾ പടക്കം പൊട്ടിക്കലും കേക്ക് മുറിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു തിരക്കും എല്ലാമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിള്ളേരുടെ ഒരു പാട്ടും ബഹളവും എല്ലാം കണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കമ്പിത്തിരിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ 12 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊട്ടിക്കണ കേൾക്കുമ്പോൾ അവർക്കും ആയോ 12 മണി ആയോ, ഹാപ്പി ന്യൂ ഇയർ പറയാറായോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും ഇതൊക്കെയാണ് കേട്ടോ. എന്തായാലും അവർ ശരിക്കും എൻജോയ് ചെയ്ത് അവർ അടിച്ച് പൊളിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഈ വീഡിയോ കാണുന്നവരുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കറക്റ്റ് 12 മണി ആയപ്പോൾ നമ്മളിവിടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ കുറേ നേരം ഇതിൻ്റെ ഒരു ബഹളവും എല്ലാമായിരുന്നു കേട്ടോ. 12 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മുടെ കേക്ക് ഓർഡർ ചെയ്തതൊക്കെ
ഇതാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ പ്ലം കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ റോഡിൽ വെച്ച് തന്നെ എല്ലാവരും അവിടെയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇതാ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് അങ്ങനെ പുതിയൊരു വർഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് സന്തോഷമായിട്ട് പിരിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവർ കേക്ക് മുറിക്കുന്ന കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്തായിരുന്നു. പിള്ളേർ സെറ്റ് ആണ് എല്ലാം ഇത് റെഡിയാക്കി. അപ്പോൾ അവരെ തന്നെ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത്രേ ഉള്ളൂ വീഡിയോസ്. ബൈ ബൈ.